ഹലോ അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബട്ടർ സ്കോച്ച് ഐസ്ക്രീമിന്റെ റെസിപ്പി ഞങ്ങൾ നോക്കാം. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐസ്ക്രീം ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു സ്പൂൺ തിന്നെങ്കിൽ പിന്നെ ഇങ്ങനെ തിന്നുകൊണ്ട് അവിടെ അത്ര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐസ്ക്രീം ആയിട്ട് ഞങ്ങൾ പത്രമെല്ലാം കൊണ്ടുണ്ടായില്ലേ ബട്ടർ സ്കോച്ച് ഐസ്ക്രീം അതേ സെയിം ടേസ്റ്റിൽ ഞങ്ങൾ ഇതുപോലെ ഔത്തൂലാക്കി എടുക്കുക. ഈസി ആയിട്ട് ചുമ സൊറ എന്തില്ല. അപ്പൊ എന്തായാലും നിങ്ങൾ ഇത് വർക്കായെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ആക്കിയിട്ട് നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അത്ര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐസ്ക്രീം ആയിട്ട് അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ആക്കാൻ നോക്കൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കും ഷെയർ ആക്കും മറക്കണ്ട. അപ്പൊ ഞാനിവിടെ സ്റ്റവ് ഓൺ ആക്കിയിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തത് അതിക്ക് 4 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുന്നു. വലിയ സ്പൂണിൽ എടുക്കുമ്പോൾ ഫുള്ളായിട്ട് ഷുഗർ എടുത്തെങ്കിൽ ഷുഗർ എടുക്കുമ്പോൾ ഫുൾ എടുക്കണം. അപ്പൊ ഇതൊന്ന് ഞങ്ങൾ ഫസ്റ്റ് ഒന്ന് ക്യാരമൽ ആക്കിയിട്ട് എടുക്കണം. തീ ചെറിയാക്കിയിട്ട് ബേക്കണ്ട, അത് പിന്നെ ജോറാക്കിയിട്ടും ബേക്കുക. തീ ഹൈ ഫ്ലെയിമിലും ബേക്കണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാക്കി ലോ ഫ്ലെയിമിലും ബേക്കണ്ട. അപ്പൊ ഇതൊന്ന് നല്ല ക്യാരമേലാക്കിയിട്ട് എടുക്കണം. ഇപ്പൊ ഫസ്റ്റ് ടൈം അല്ല ഞങ്ങൾ ഇങ്ങനെ ഷുഗർ ക്യാരമേലാക്കുമ്പോഴത്തേക്ക് ഇപ്പൊ ഫസ്റ്റ് എല്ലാം ആക്കുറങ്ങണ്ടെങ്കിൽ ഫ്രൈ പാനിലാക്കരുത് നല്ല ചൊന്നി ഞങ്ങൾ ഇപ്പൊ സ്റ്റീലിന്റെ പാത്രം എടുക്കണമെങ്കിൽ അത് ಬೇಗ കറിയോഗ ചാൻസ് ഉണ്ടോ. അപ്പൊ അതുകൊണ്ടിട്ട് ഞങ്ങൾ ഫ്രൈ പാനിലാക്കരുത് നല്ല ഫസ്റ്റ് ആക്കുറങ്ങ. അപ്പൊ ഇതൊന്ന് നല്ല ഒന്ന് ഗോൾഡൻ കളർ ആയിട്ട് ബർട്ട് അടുത്തോളം അങ്ങനെ ഒന്ന് ഞങ്ങൾ ആക്കിയിട്ട് എടുക്കണം. ഇത് നല്ല ഗോൾഡൻ കളർ ആവണം. അപ്പൊ ഇതാ നല്ല ഗോൾഡൻ കളർ ആയിട്ടല്ലേ ഇതുപോലെ ആയിട്ട് വന്നെങ്കിൽ ഇനിയിപ്പോ ഞങ്ങൾ തീ ശരിയാക്കി വെച്ചെങ്കിൽ മീഡിയം ഫ്ലെയിമിലെ ബേക്കണ്ട. നിങ്ങൾ ಬೇಗ കറി ഇങ്ങനെ ആയിട്ട് വന്നാൽ പിന്നെ ಬೇಗ കറിയോ ചാൻസ് ഉണ്ടോ. അപ്പൊ നിങ്ങൾ ഐസ്ക്രീം കൈപ്പ് ടേസ്റ്റ് ബറുക ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് ഇതുപോലെ ആയാലും പിന്നെ തീ ശരിയാക്കി ബേക്കണം. ഇനിയിപ്പോ ഞങ്ങൾ ഇതിക്ക് 1 ടേബിൾ സ്പൂണോ ബട്ടർ ഇട്ട് കൊടുക്കുക. എന്താ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇതിൽ ആറ് ഇട്ടെങ്കിൽ ഇടാ 1 ടേബിൾ സ്പൂൺ അത് മതിയാവും. അപ്പൊ ഇതൊന്ന് മെൽറ്റ് ആവട്ടോ. ഒന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ ഞങ്ങൾ ഇതിക്ക് പാൽ വീത്തി കൊടുക്കണം. അപ്പൊ ഇപ്പൊ തീ ലോ ഫ്ലെയിമിലേ ഉണ്ടോ അതിലൊന്ന് ಬೇಗ മെൽറ്റ് ആവിടും. അതിലെ ചൂടില് ಬೇಗ മെൽറ്റ് ആവിടും. ഇനിയിപ്പോ ഞങ്ങൾ പാൽ വീത്തി കൊടുക്കുക. ಬೇನುಂಟೆ ഓഫ് ആക്കിയിട്ടും ബേക്കണം. ഞങ്ങൾ ഇത് ബട്ടർ ഇട്ടിൽ പിന്നെ ഓഫ് ആക്കിയിട്ടും ബേക്കുക. അതിൽ പിന്നെ 1.5 കപ്പ് പാൽ വീത്തി കൊടുക്കുക. അപ്പൊ ഈ ഒരു 1.5 കപ്പ് പാൽ വീത്തിട്ട് ഇത് നല്ല പയച്ചിട്ട് വരണു. അപ്പൊ ഇത് പാൽ വീത്തുമ്പോൾ ഇത് ഞങ്ങൾ ക്യാരമലാക്കിയതുണ്ടല്ലേ അതിങ്ങനെ നല്ല ഗട്ടി പോലെ ആവിടും. പിന്നെ മെൽറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് കറക്റ്റ് സമാവിടും. നല്ല എല്ലാം മെൽറ്റ് ആയിട്ട് പണ്ട് കലങ്ങിയിട്ട് പണ്ട്. അപ്പൊ ഈ 1.5 കപ്പ് പാൽ വീത്തിയത് നല്ല പയച്ചിട്ട് 1 കപ്പായിട്ട് വരണം. 1/2 കപ്പ് പാൽ ഇതിൽ കുറുകിയിട്ട് വരണം. 1 കപ്പ് അവിടെ എടുത്തില്ല. 1 കപ്പ് അല്ലെങ്കിൽ ഒരു 3/4 കപ്പ് ആയെങ്കിൽ ആവും വലിയ വിഷയമല്ല. തെല്ലിക്കൂറ് നല്ല നല്ല ഇത് ബത്തിട്ടല്ല നല്ല കുറുകിയിട്ട് വരണം. അപ്പൊ 1 കപ്പ് 3/4 കപ്പ് ആയെങ്കിൽ വലിയ വിഷയമല്ല. അപ്പൊ ഇതൊന്നുകൂടെ നല്ല പായ്ക്കട്ട് ഇതിങ്ങനെ തൂയൊക്കെ വിടണ്ട. ഞങ്ങൾ ഇപ്പൊ പാൽ വെച്ചിട്ട് അപ്പുറം ഇപ്പുറം പോയി ಬೇಗ പായച്ചിട്ട് തൂയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചെങ്കത്ത് സൈഡിലെല്ലാം ഇങ്ങനെ ഇത് അവിടെ അല്ല അത് ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഇടയിലൊന്ന് സ്പൂൺ ഇട്ടിട്ട് ചന്ത മിക്സ് ആക്കിയിട്ട് കൊടുക്കണോ. സൈഡിലെല്ലാം പിടിക്കലല്ലേ അതല്ല. അപ്പൊ ഇതാ നല്ല പായച്ചിട്ട് കുറുകിയിട്ട് വന്നിട്ട് ഇനിയിപ്പൊ ഓഫ് ആക്കറേ ഇത്രമേയാവോ. ഇതൊന്ന് ചൂട് തന്നെയാണ് ഇത്. അപ്പൊ ഇത് ഞാൻ അതേ കപ്പിൽ ബീത്തിട്ട് ഒന്ന് നോക്കറ എത്ര ഉണ്ടോ. ഞാൻ പാലെടുത്ത കപ്പ് ഉണ്ടല്ലേ 250 ml കപ്പ് ഇത്. അപ്പൊ അതിൽ ഒന്ന് ബീത്തിട്ട് ഇതാ കറക്റ്റ് ആയിട്ട് 1 കപ്പ് ഉണ്ട്. 1 കപ്പ് ഫുൾ ആയിട്ടില്ല ഒരു തെല്ല് കുറുടുണ്ടോ. ഇതുപോലെ ഇങ്ങനെ കുറുകിയിട്ട് കിട്ടും. അപ്പൊ ഇതിനെക്കാട്ടി തെല്ല് ജാറ കുറുകിടെങ്കിൽ വലിയ ബിസ്റ്റല്ല. ഇപ്പൊ 3/4 കപ്പെല്ലാം ആക്കിയിട്ടെങ്കിൽ വലിയ ബിസ്റ്റല്ല. ചൊമ്മ വേണ്ട പാൽ കുറുകാണ്ടാവുക തീരാ പായച്ചിട്ട് തെല്ല് പായച്ചിട്ട് അപ്പൊ ഓഫ് ആക്കറല്ല നല്ല കുറുക്കിയിട്ട് എടുക്കണം. അപ്പൊ അതവിടെ ചൂട് തന്നെയായിട്ട് ഇനി ഞങ്ങൾക്ക് അതേ പാത്രം വെച്ച് കൊടുത്താൽ ഉപ്പസ് ഞങ്ങൾ ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗർ ഒന്ന് ഞങ്ങൾക്ക് അതേപോലെ ക്യാരമലാക്കി എടുക്കണം. ഇത് 2 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട ಅದಕ್ಕೆ ഞങ്ങൾ ഒരു 1/2 ടേബിൾ സ്പൂൺ അത്ര തണ്ണി ബീത്തി കൊടുക്കുന്നത്. അതേ സ്പൂണിൽ ഒരു 1/2 സ്പൂൺ അത്ര തണ്ണി ബീത്തിട്ട് ഒന്ന് ഇത് ക്യാരമലാവട്ടോ. അതേപോലെ ക്യാരമലാക്കിയിട്ട് എടുത്തെങ്കിൽ അപ്പൊ ഇത് ഞങ്ങൾക്ക് നട്ട്സ് ഇട്ടിട്ട് ഞങ്ങൾ ഇപ്പൊ അതൊക്കെ ബട്ടർ സ്കോച്ച് ഇത് ഐസ്ക്രീം ഞങ്ങൾ നട്ട്സ് ഇട്ടുണ്ട്. ഞങ്ങൾ ഇപ്പൊ ഇത് കേക്ക് ബട്ടർ സ്കോച്ച് കേക്ക് എല്ലാം ആക്കിയിട്ട് എടുക്കറല്ലേ അതുപോലെ മാക്കി എടുക്കണം. അപ്പൊ ಅದಕ್ಕೆ ഞാനോട് 8 ബദാമും 8 കാഷ്യൂ എടുത്തേ. അപ്പൊ നിങ്ങൾക്ക് കാഷ്യൂ മാത്രം എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ ബദാം മാത്രം എടുക്കണമെങ്കിൽ അങ്ങനെ ആവും. ഇനി അതേതും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് നിലക്കടലേക്കറല്ലേ നിലക്കടല എടുക്കണമെങ്കിൽ അതും ആവും ഏതും ആവും. അപ്പൊ എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കണമെങ്കിൽ അതും ആവും. അപ്പൊ ഇതുപോലെ ഇതും അങ്ങനെ ഈ ഒരു കളർ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ തീ ചെറിയാക്കി ബേക്കണം. അതിൽ പിന്നെ ഞങ്ങൾ ഞാനിപ്പോ എടുത്ത നട്ട്സ് ഉണ്ടല്ലേ അതൊന്ന് പൊടിയാക്കിയിട്ട് എടുത്തേ. ഫസ്റ്റ് ഒന്ന് ഇങ്ങനെ കുത്തിയിട്ട് ഒന്ന് പൊടിയാക്കി എടുത്തോളൂ. അതിൽ പിന്നെ ഈ ക്യാരമൽ ഇട്ടിട്ട് ഇതൊന്ന് നല്ല മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇനിയിപ്പോ ഓഫ് ആക്കിയിട്ട് ഞാനിവിടെ സ്റ്റവ് ഇത്രമേയാവും. ഇപ്പൊ ഇത് ഞങ്ങൾക്ക് ചെറിയൊരു പ്ലേറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് ബട്ടർ പേപ്പർ ബീത്തി വെച്ച് ഞാനിപ്പോ പ്ലേറ്റ് ഇതിൽ ഓയിലും തോത്തി കൊടുത്ത അടിക്ക്. അപ്പൊ അതിക്ക് ഞങ്ങൾ ഇതാ ഈ ക്യാരമൽ ഇതുണ്ടല്ലേ നട്ട്സ് ഉണ്ടല്ലേ അത് ഇതിക്കിട്ടിട്ട് പരത്തിട്ട് ഇതൊന്ന് അങ്ങനെ ഒന്ന് ചൂട് തണിയണോ ഒന്ന് ഡ്രൈ ആയിട്ട് പണ്ട് ഗട്ടിയായിട്ട് പണ്ട് ചൂട് തണിയുമ്പോൾ. അപ്പൊ ഇത് ഒരു സൈഡിൽ ബേക്കണം ഞങ്ങൾക്ക്. ഇനിയിപ്പോ ഞങ്ങൾക്ക് വിപ്പിംഗ് ക്രീം വേണോ. അപ്പൊ ഞാനിവിടെ എടുത്തത് പ്രിസ്റ്റൈൻ്റെത്. ഇതിക്ക് മുന്നിലത്തെ ഒരു വീഡിയോയിൽ ചൊന്നിട്ടുണ്ട് ഞാൻ ആരെ യൂസ് ആക്കറേ ഇത് വേണ്ടേ. അപ്പൊ ഇത് ഞാൻ പാതി യൂസ് ആക്കിയിട്ട് പാതി ഇതാ ഇതുപോലെ നല്ല ടൈറ്റ് ആയിട്ട് പാക്ക് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കറേ. അപ്പൊ ഇതുവേ അവനുട്ടില്ല ಬೇರೆ ഏത് ഞങ്ങൾക്ക് ഏത് വിപ്പിംഗ് ക്രീം കിട്ടുക അത് എടുത്തെങ്കിൽ ഇപ്പൊ ഗൾഫിലെല്ലാം ഉണ്ടെങ്കിൽ അൽമറ ഇടുದು ഞങ്ങൾ ഐസ്ക്രീമിಗೆ അൽമറ ഇടുതും ആവിടും. ഞങ്ങൾ കേക്കിಗೆಲ್ಲ അൽമറ ഇടുದು ആവില്ല. അപ്പൊ ഐസ്ക്രീം ഞങ്ങൾക്ക് അതും എടുക്കണം ഞങ്ങൾക്ക് ഏതായെങ്കിലും ആവും. അപ്പൊ ഇതിൽ ഞാനിവിടെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കണേ ഞാനിവിടെ.
പിന്നെ ഇതാ ഇതുപോലെ ബട്ടർ സ്കോച്ച് മിക്സ് ഉണ്ടല്ലേ, അത് ഒരു 5-6 ഡ്രോപ്പ് അതും ബീത്തി കൊടുക്കുക. അപ്പൊ ഇത് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ ഇല്ലെന്നുണ്ടെങ്കിൽ വേണുട്ടില്ല, സ്കിപ്പാക്ക. ഉണ്ടെങ്കിൽ മാത്രം ബീത്തിങ് ആയിട്ട്. ഇനിയിപ്പൊ ഇട്ടില്ലെങ്കിൽ അത് ടേസ്റ്റ് ഇല്ല അങ്ങനെ എന്തോ ആവില്ല, ടേസ്റ്റ് ഇല്ലാണ്ട് അവിടെ അങ്ങനെ എന്തോ ഇല്ല, അത് ഇടാണ്ടും നല്ല ടേസ്റ്റ് ആവും. ഇനിയിപ്പോ നിങ്ങൾ ബീറ്റർ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഇതാ വിസ്കിൽ നിങ്ങൾക്ക് ബീറ്റാക്കിയിട്ട് എടുത്തെങ്കിട്ട് തെല്ലിയാറ് ടൈം എടുക്കണം. ഇപ്പൊ ബീറ്ററിലാക്കടെ കാട്ടി തെല്ലിയാറ് ടൈം എടുക്കുന്നത്, നല്ല ഗട്ടിയായിട്ട് പറയും. അപ്പൊ ഇതൊന്നും ഞങ്ങൾക്ക് ബീറ്റ് ആക്കിയിട്ട് എടുക്കാം. ഫസ്റ്റ് സ്പീഡ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ ആക്കിയിട്ട് ഞങ്ങൾ ഇത് നല്ല ഒന്ന് സ്റ്റിഫ് ആക്കിയിട്ട് എടുക്കണം. ചുമ ഞങ്ങൾ ഇപ്പൊ കേക്കെല്ലാം ആക്കുന്ന പോലെ അത്ര ഗട്ടി ആവണിട്ടില്ല, ഒരു തെല്ല് ഗട്ടി ഇങ്ങനെ കാട്ടുന്നതാണ്, അതുപോലെ അങ്ങ് മെയ്യാവും. ഇപ്പൊ നിങ്ങൾ ഇത് പാലും ബീറ്ററല്ലേ, അപ്പൊ ചുമ ലൂസ് ആകും തീരാ. തെല്ല് നല്ല ഞങ്ങൾ ഇപ്പൊ ഇത് വിസ്കിലെല്ലാം ആക്കണമെങ്കിൽ തെല്ല് നേരെ ടൈം എടുക്കും, ഒരു 10-25 മിനിറ്റ് എല്ലാം എടുക്കും ചിലപ്പോ. ഞങ്ങൾ ഇത് തെല്ല് നല്ല തിക്കായിട്ട് പറയും. അപ്പൊ അതാ ഇതുപോലെ ഇങ്ങനെ നിങ്ങൾക്ക് കാട്ടണല്ലേ, ഇത്ര ഗട്ടി ഇത്ര സ്റ്റിഫായിട്ട് കിട്ടിയെങ്കിൽ മേയോ ക്രീമോ. ചുമ കേക്ക് അവിടെ പോലെ ചുമ ഗട്ടിയിലാവണിട്ടില്ല, ഇതുപോലെ ആയെങ്കിൽ മേയോ. പിന്നെ നിങ്ങൾ ഇപ്പൊ നട്ട്സ് ഞങ്ങൾ ഇത് കാരമെല്ലിട്ട് വെച്ചല്ലേ, ഇതിപ്പോ ഗട്ടിയായിട്ട് വന്നത്. ഇനിയിപ്പോ ഞാൻ ഇതൊന്ന് ഒന്ന് പൊടിയാക്കിയിട്ട് എടുക്കണം. ഞങ്ങൾക്ക് നല്ലതാ ഇതുപോലെ പൊടിയാക്കിയിട്ട് എടുത്തേ, ഒരു കവറില എന്തെങ്കിലും കല്ലെല്ലാം എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് പൊടിയാക്കി എടുത്തെങ്കിൽ ഇത്. അപ്പൊ ഇതാ ഇതുപോലെ പൊടിയാക്കി എടുത്തേ. ഇനിയിപ്പോ ഞങ്ങൾ കാരമൽ ഇത് മിൽക്ക് ഇത് റെഡിയാക്കി വെച്ചല്ലേ. അപ്പൊ ഇതാ ചൂട് തണ്ണീര് ഞാൻ തെല്ല് നേരം ഫ്രിഡ്ജിൽ വെച്ചിരുന്നേ. അപ്പൊ നല്ല ചൂട് തണിഞ്ഞിട്ട് വന്നിട്ട്, ചൂട് തണിഞ്ഞാൽ പിന്നെയുമേ ഞങ്ങൾ ഈ ക്രീമുക്ക് ഇത് ബീത്തി കൊടുക്കണോ. കംപ്ലീറ്റ് ആയിട്ട് നല്ല ചൂട് തണിയണോ, തെല്ലും ചൂടിക്കോ തീരാ. അപ്പൊ ഇതാ ഞങ്ങൾ ഈ ക്രീമുക്ക് ആ മിക്സ് ബീത്തി കൊടുത്തേ. അപ്പൊ ഇതെല്ലാം ബീത്തിട്ട് നല്ല ഒന്ന് ഒപ്പസുർക്ക ഒന്ന് ബീറ്റ് ആക്കിയിട്ട് എടുക്കുക. എല്ലാം ഒന്ന് മിക്സ് ആയിട്ട് കിട്ടും പോലെ ഒന്ന് ബീറ്റ് ആക്കിയിട്ട് എടുത്തെങ്കിട്ട്. പിന്നെ ഞാനത് വിപ്പിംഗ് ക്രീം എടുത്തേ, ഷുഗർ ഉള്ളത് മധുരം ഉള്ള വിപ്പിംഗ് ക്രീം എടുത്തേ. ഇനിയിപ്പോ എക്സ്ട്രാ ഇതൊക്കെ മധുരം എന്തിടൊന്നിട്ടില്ല, ഇത് കറക്റ്റ് ആയിട്ടുള്ള മധുരമായിട്ടിരിക്കും. ഞാനിപ്പോ 4 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് ഞങ്ങൾ പാൽ മിൽക്ക് റെഡി ആക്കിയല്ലേ, അതും ഈ ഇതിൽ ബണ്ടേ ഇത് ക്രീമിൽ ബണ്ടേ മധുരം, അത് സ്വീറ്റ് കറക്റ്റ് ആയിട്ടുള്ള സ്വീറ്റ് ആയിട്ടിരിക്കും. ഇനി വിപ്പിംഗ് ക്രീം നിങ്ങൾ മധുരം ഇല്ലാത്തതിനുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് എത്ര ഷുഗർ പൗഡർ ഇട്ട് നോക്കൂ. ഒരു 6 ടേബിൾ സ്പൂൺ 7 ടേബിൾ സ്പൂൺ എല്ലാം നോക്കൂ നിങ്ങൾ ഗുന്തവിടെ മധുരം എത്ര ಬೇನ അവിടെ ഉണ്ട്. ഷുഗർ പൗഡർ ഇട്ടെങ്കിൽ ഇനിയിപ്പോ നല്ല മിക്സ് ആക്കി എടുത്തേ. ഇനി ഞങ്ങൾ പൊടിച്ചു വെച്ച നട്ട്സ് ഉണ്ടല്ലേ, നട്ട്സും ഞങ്ങൾ ഇട്ട് കൊടുക്കുക. എത്ര ಬೇನ ഞങ്ങൾ ಬೇന എത്ര ചുമ ഞങ്ങൾ ഇപ്പൊ ഐസ്ക്രീമിലോ ചുമ നട്ട്സ് കടിക്കുക ഇഷ്ടം കണ്ടെങ്കിൽ അത് നിങ്ങൾ ಬೇന എത്ര ഇട്ടെങ്കിൽ അപ്പൊ അത് ഇത്ര ഇട്ട് കൊടുത്തേ. നല്ല ഒന്ന് മിക്സ് ആക്കി എടുക്കുക. തെല്ല് ബാക്കി വെച്ചിട്ട് ഞങ്ങൾ ലാസ്റ്റ് മേലുകിടുക ಬೇനായിട്ട് തെല്ല് നട്ട്സും ഉണ്ടോ. ഇനിയിപ്പോ ഞങ്ങൾ ഇതാ ഇതുപോലത്തെ ഞാൻ ഒരു ഐസ്ക്രീമിന്റെ പാത്രം എടുത്തേ, മൂടില്ല ഏതെങ്കിലും പാത്രം എടുത്തെങ്കിൽ അപ്പൊ അതിക്ക് വീത്തി കൊടുക്കുക. അപ്പൊ ഇതിങ്ങനെ ബീത്തുമ്പത്തേക്ക് ഞങ്ങൾ ഇങ്ങനെ ചുമ ഐസ്ക്രീം ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ പാത്രത്തിലാക്കി വെക്കുന്നത് നല്ലേ. ഞങ്ങൾ ഇപ്പൊ ഇത് ഇതുപോലത്തെ ഇത്ര ഞങ്ങൾക്ക് ഇത് ഒന്നായിട്ടാണ് ഇപ്പൊ ഇത് തെല്ലിയാറമയുണ്ടോ ഇതിൽ തെല്ല എടുക്കറേ. അപ്പൊ ഇതുപോലെ ചുമ ഞങ്ങൾ ഐസ്ക്രീം ആക്കുമ്പോഴത്തേക്ക് ഒരു 2 പാത്രത്തിലാക്കി ബേക്കറെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ಬೇಗ സെറ്റ് ആയിട്ട് കിട്ടേ. ചെറിയ ചെറിയ പാത്രത്തിലാക്കിയിട്ട് ബേക്കറെന്നുണ്ടെങ്കിൽ ಬೇಗ സെറ്റ് ആയിട്ട് കിട്ടേ. ഞാൻ അതിലെ തെല്ല് എടുത്തേ, ബാക്കി അവിടെ ലെവലാക്കി കൊടുത്തിട്ട് അതിൽ മേൽക്കും തെല്ല് നടിച്ചിട്ടിട്ട് ഇനിയിപ്പോ ഞങ്ങൾ മൂടി വെച്ചിട്ട് ടൈറ്റ് ആയിട്ട് മൂടി വെക്കണം. മൂടി ഇല്ലാത്ത പാത്രത്തിൽ ബേക്കും. ഇനിയിപ്പോ മൂടി ഇല്ലെന്നുണ്ടെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നല്ല ടൈറ്റ് ആയിട്ട് മൂടി കൊടുക്കണം. എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. 8 to 10 ಗಂಟೆ വെക്കണം. അപ്പൊ ഞങ്ങൾ 10 ಗಂಟೆയിൽ ഞങ്ങൾ സെറ്റ് ആയിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 10-12 ಗಂಟೆಲ್ಲ വെച്ച് നോക്കും. ഇതിപ്പോ ഞാൻ അസ്തർക്ക് ആക്കിയിട്ട് പിറ്റേന്ന് സുബൈക്ക് ഞാൻ ഇപ്പൊ ഇത് എടുക്കറേ. സുബൈക്ക് ഒരു 9 ಗಂಟೆ ആ ഒരു ടൈമിൽ 8:30-9 ಗಂಟೆ ആ ഒരു ടൈമിൽ ഞാൻ ഇത് എടുത്തേ. അപ്പൊ നിങ്ങൾ നോക്കൂ എത്ര ഗಂಟೆയിൽ ഞങ്ങൾ സെറ്റ് ആയിട്ട് കിട്ടുക നോക്കിയിട്ട് എടുത്തെങ്കിൽ ചെറിയ ചെറിയ പാത്രത്തിലുണ്ടായെങ്കിൽ തെല്ല് ಬೇಗ സെറ്റ് ആയിട്ട് കിട്ടുക. ഇപ്പൊ ഞങ്ങൾ എടുത്തിട്ട് ഞങ്ങൾ ഇപ്പൊ ഫ്രിഡ്ജിൽ എടുത്തിട്ട് അപ്പമേ ഞങ്ങൾ ഇങ്ങനെ ഐസ്ക്രീം എടുക്കത്തീരാ. ഒരു 2-3 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ട് 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 4-5 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതുപോലെ എടുക്കണം. അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്രീം ഞങ്ങൾ കിട്ടണ. ഇപ്പൊ നല്ല ചുമ ഗട്ടിയൊക്കെയില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് ഇതാ ഇതുപോലെ ഇക്കറ്. അപ്പൊ ഇതാ ഞങ്ങൾ ബട്ടർ സ്കോച്ച് ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ട് നല്ല ടേസ്റ്റ് ആവും, സൂപ്പർ ടേസ്റ്റ് ആവും. ഞങ്ങൾ പർത്തർ ഐസ്ക്രീം ഇങ്ങനെ കൊണ്ടുണ്ടല്ലേ അതേപോലെ അതേ ടേസ്റ്റും അതേ ടെക്സ്ചറിലും ഞങ്ങൾ ഇതാ ഇതുപോലെ കിട്ടേ. സൂപ്പർ ടേസ്റ്റ് ആവും. ഞങ്ങൾ പർത്തർ കൊണ്ടുണ്ടെങ്കിൽ നല്ല റേറ്റും കൊടുക്കണം. ഞങ്ങൾ ഇതുപോലെ ഔത്തുലാക്കറെങ്കിൽ ഞങ്ങൾ ഒരു 1.5 കപ്പ് ക്രീമിൽ ഞങ്ങൾക്ക് ഇതാ ഇത്ര ഇഷ്ടം പോലെ ഞങ്ങൾക്ക് ഐസ്ക്രീം ആക്കാൻ. ഞങ്ങൾക്ക് മക്കൾക്കെല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഐസ്ക്രീം എല്ലാം കൊടുക്കണിട്ടെങ്കിൽ ഇതുപോലെ ചുമ സ്വറയൊന്നും ഇല്ലല്ലേ, നിങ്ങൾ നോക്കിയാറല്ലേ ഈസി ആയിട്ട് ഞങ്ങൾ ആക്കിയെടുക്കുക. അതേപോലെ മക്കൾക്ക് ഇപ്പൊ നല്ല ചൂടുള്ള ടൈമല്ലേ, റായത്തെല്ലാം നല്ല ചൂടും ഊടും നല്ല ചൂടായിട്ട് വന്നത്. അപ്പൊ ഈ ഒരു ചൂട് ടൈമിലെല്ലാം ഇങ്ങനത്തെ ഐസ്ക്രീം എല്ലാം നിങ്ങൾക്ക് നല്ല ടേസ്റ്റ് ആവും, മക്കൾക്കെല്ലാം നല്ല ഇഷ്ടമാവും. അപ്പൊ എന്തായാലും നിങ്ങൾ ആക്കി നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഇതിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരം പേരിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കൂ, കമന്റ് ആക്കൂ. അതുപോലെ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സുകൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കൂ. ആരെങ്കിലും എന്റെ ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കും മറക്കണ്ട. ഇൻഷാ അല്ലാഹ് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.